ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഒരു വി പറഞ്ഞ ഒരു പറഞ്ഞ നമ്മളെ ഹീറോമാറും രണ്ടുപേര് ഹീറോമാർ ആക്ടേഴ്സ് നമ്മളെ ഹീറോ പറഞ്ഞ ഒരു കമ്പനിയുടെ സിഇഒ നമുക്ക് നോക്കാം. രണ്ടുപേര് ഹീറോ കൊറിയൻ ഡ്രാമ ഹീറോസ്, രണ്ടുപേര് ഐഡൽമാർ, ഒരു ആക്ട്രസ്. ഹീറോയ്ക്ക് ഇവർ പറഞ്ഞ ഒരുപാട് ഇഷ്ടമാണ്. ഹീറോയ്ക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കഥനായകൻ്റെ പേരാണ് പൂജ. ഇതിൽ ജങ്കുക്കും വി, അതെ, രണ്ടുപേരാണ് ഇതിൽ ഹീറോമാർ. ഓക്കെ, നമുക്ക് സ്റ്റോറി വീട്ടിൽ നോക്കാം. പൂജ പൂജ എന്താ വെച്ചാ പറഞ്ഞോ വെച്ചാ ഓഫീസിൽ പോകുന്നുണ്ടാ? പോകുന്നുണ്ട് അച്ഛാ. ഇപ്പം എന്ത് പ്രശ്നമോ? ഇല്ല മോളെ, അത് ഒരു പ്രശ്നമുണ്ടോ? എന്താ വെച്ചാ പറയുന്നത്? ഇല്ല മോളെ, ഇത് ഒരു സോങ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഡയറക്ടർ? അവർ സോങ്സ് എല്ലാം സക്സസ് ആയിട്ടുണ്ടോ? സോങ്സ് എല്ലാം സെറ്റായി നോക്കിയിടി എന്ന് പറയുന്നു ഹീറോയിൻ്റെ അച്ഛന്. ഹീറോയി പറയുന്നു, അച്ഛനക്ക് വേറെ പണിയില്ല എന്ന് പറഞ്ഞ ഹീറോയി മനസ്സ് നോക്കുമായിരുന്നു. ശരി അച്ഛാ, പറഞ്ഞോ എന്ന് പറയുന്നു. ഇല്ല മോളെ, ഈ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ? ഹീറോയുടെ അച്ഛൻ പറഞ്ഞ ഒരു ആക്ടർ, ബിസിനസ് മാൻ, അത് മാത്രമല്ല എന്നറിയാം, ഇത് മൂവി ഡ്രാമ സോങ്സിലെല്ലാം ഒരു കമ്പനി ഹീറോയിൻ്റെ അച്ഛനെ കൊണ്ട് ഹീറോയി പറഞ്ഞ അതിലെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്. ഹീറോയി പറയായിരുന്നു, അച്ഛാ ആഡാ, അതേ മോളെ, ഇത് സോങ്സ്, ഇത് ആഡ്, ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് അങ്കിള് പറഞ്ഞതാ എന്ന് പറഞ്ഞു. അങ്കിൾ ഷോപ്പാണ്. ഹീറോയിൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ഡാഡി വന്നായിരുന്നു. മോളെ, നിൻ്റെ ഡാഡി പറഞ്ഞത് ഹെൽപ്പ് ചെയ്യും മോളെ എന്ന് അനുവിൻ്റെ അച്ഛൻ പറയാ. അനുവിൻ്റെ അച്ഛൻ പറയാം, പ്രിയൻ്റെ അച്ഛൻ. ശരി അങ്കിൾ, നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നെ. ഒരു സോങ്സ് ആഡ് ആയിരുന്നു. അതിനായിട്ട് ഹീറോയി ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞു ഹീറോയുടെ സെക്രട്ടറിനെ വിളിക്കുമായിരുന്നു. സെക്രട്ടറി, ഓക്കെ മാം, എല്ലാം സെലക്ട് മാം, അവർ കോൺട്രാക്ട് ഓക്കെ എന്ന് പറയായിരുന്നു മാം. അവർ ഓക്കെ എന്ന് പറഞ്ഞു എന്നെ ഹീറോയിനോട് പറയായിരുന്നു. എന്താ രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞ? അതെ മാം, അവർ ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയുടെ കമ്പനി വന്ന് ഭയങ്കര ഫേമസ് ആണ് ഇന്ത്യയിൽ. അവർ രണ്ടുപേരും ഓക്കെ എന്ന് പറയായിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ട് ഹീറോമാർ ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേർ പറഞ്ഞ അവർ പാക്കപ്പ് ചെയ്ത് റെഡി ആയിട്ട് വന്നായിരുന്നു. ഫസ്റ്റ് പറഞ്ഞ വി ഇറങ്ങി, നെക്സ്റ്റ് ജങ്കുക്ക് ഇറങ്ങിയായിരുന്നു. ജങ്കുക്കും രണ്ടുപേരും ഒരേ കാറിലാണ് വന്നത്. അവർ പറഞ്ഞ ചേട്ടനനിയനാണ്. രണ്ടുപേരും ട്വിൻസ് അല്ല, ചേട്ടനനിയന്മാർ, ഒരേ ഫാമിലിയാണ്. അതുമാത്രമല്ല ഓക്കെ എന്ന് പറഞ്ഞു രണ്ടുപേരും വന്നായിരുന്നു. അങ്ങനായിട്ട് അവർക്കൊരു ഗസ്റ്റ് ഹൗസ് കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസ് സമയത്ത് നിങ്ങൾ ഷൂട്ടിങ് കുറച്ച് റെസ്റ്റ് എടുക്കുമായിരുന്നു. അങ്ങനെ റെസ്റ്റെല്ലാം എടുത്തായിരുന്നു. അപ്പോൾ വീടിനോട് പറയായിരുന്നു, ഞങ്ങൾക്ക് ചുമ്മാ ഇവിടെ കറങ്ങായിരുന്നു. ഇപ്പോൾ വീക്കാണ് ഷൂട്ടിങ്, വീക്ക് ഷൂട്ടിങ് ആയിരുന്നു. വി പറഞ്ഞ് ആഡ് നന്നായിട്ട് ചെയ്തായിരുന്നു. സോങ്സ് വേണ്ടി ആഡ് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. ചെയ്ത് കഴിഞ്ഞു. ശരി വി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജങ്കുക്ക് പറയായിരുന്നു, ഞാനെന്താ ചെയ്യുക എന്ന്. ജങ്കുക്ക് കുട്ടി റിയാക്ഷൻ ആണ്. ജങ്കു പറഞ്ഞ ഡ്രസ്സ് ഇട്ട് നിറയെ ജോസ് വെച്ച് ആഡ് ചെയ്തു, ഡയമണ്ട്സിൻ്റെ ആഡ് ചെയ്തു. പിന്നെ ജങ്കുക്ക് പറഞ്ഞ രണ്ടുപേരാണ് ആഡ് ഇതിൽ മൊത്തം മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. ആഡ് പറഞ്ഞ ഇതിൽ ജോസിൻ്റെതുമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിരുന്നു. അതിന് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ കൂടെ കുറച്ചായിരുന്നാൽ അവർ പറയുന്നത്. അങ്ങനെയായിട്ട് ഇവർക്ക് ഈ പ്ലേസ് കുറച്ച് ഇഷ്ടപ്പെട്ടു. കുമ്മി പറയണു, ഈ പ്ലേസ് നന്നായിട്ടുണ്ട്, അങ്ങനെ കറങ്ങണം അങ്ങനെ പറയണം. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയി സമ്മതിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ആ പ്ലേസ് അവർ ഭയങ്കര ഹാപ്പിയായിട്ട് കറങ്ങാൻ തുടങ്ങിയായിരുന്നു. പൂജയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഇവർ എനിക്ക് നേരിൽ കാണാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എന്നെ പൂജ മനസ്സുള്ള എനിക്കായിരുന്നു. ഇതെന്നെ അറിയാതെ പാവം നമ്മൾ ഹീറോയിനെ കണ്ടായിരുന്നു. ഹീറോയിനെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഹീറോയിച്ച് ഒരു കോട്ട് ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാരിയിൽ ഉടുത്തിട്ട് ഹീറോയി പോകാൻ തുടങ്ങിയായിരുന്നു. ഇവിടെ അതായത് രണ്ടുപേരും ജങ്കുക്കും വിയും ഹീറോയിനെ നോക്കുമായിരുന്നു. അപ്പോൾ ഹീറോ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയുന്നത്. ഹീറോയിനെ നോക്കുമായിരുന്നു. അവർ ചുമ്മാ വലിയ കറങ്ങി വരുമ്പോൾ ഹീറോയി ജോളിയായിട്ട് സംസാരിച്ചിട്ട് ഹീറോയി സാരി എടുത്ത് ഫോട്ടോ എത്തി കാണുമ്പോൾ സാരി ഹീറോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും വെച്ച് കണ്ണെടുക്കാതെ ഹീറോയിനെ നോക്കായിരുന്നു. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് ജൊല്ലു വിടാൻ തുടങ്ങിയായിരുന്നു രണ്ടുപേരും ഹീറോയിനെ വെച്ച് കണ്ണെടുക്കാതെ. ഹീറോയി ചിരിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഹീറോയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. സെക്രട്ടറിൻ്റെ പേരാണ്
എന്താ അത്? ഈ ഒരു സെക്രട്ടറിൻ്റെ പേര് പറഞ്ഞ അമ്മു എന്ന് വിളിക്കുമായിരുന്നു സെക്രട്ടറി. അമ്മു എന്താ ഇവിടെ നടക്ക്? അമ്മു എന്ന് വിളിക്കൂ സെക്രട്ടറിന്. ഹീറോയി ചെല്ലപ്പേരാണ്. നമ്മളെ സെക്രട്ടറിൻ്റെ പേരാണ് ഫാത്തിമ. അതെ, സെക്രട്ടറി പറയുന്നു, എന്താ ബോസ്, എന്താ പറ്റി, അവിടെ എന്താ നടക്കുന്നത് പറയണു. ഓ, ഇതാണ് അല്ല മാംക്ക് ഇത് ഇങ്ങനെ ഡേറ്റിംഗ് ചെയ്തതാണ്. ഇതിൽ ഏത് സെക്കൻഡ് സെറ്റായ ഇവരുടെ സൺസെറ്റ് നോക്കുക. ഇവർക്ക് സെറ്റായ മാംക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട മാരേജ് കഴിക്കുക എന്ന് പറയണം. ഇത് കേട്ട് രണ്ടുപേർ ചെറുക്കിടായിരുന്നു. എന്താ പിടിച്ച ഇതാക്കോ എന്ന് പറയുന്നത്. ഇത് കേട്ട് രണ്ടുപേർക്ക് ടെൻഷനായിരുന്നു. ഇതിനെങ്ങനെ കുട്ടിച്ചാമറാക്കണോ എന്നിട്ട് പ്ലാൻ ഇട്ടായിരുന്നു. ഹായ്, എൻ്റെ പേര് ജോൺ എന്ന് പറഞ്ഞു രണ്ടുപേർ കേൾക്കായിരുന്നു. അതിൽ വെച്ചിട്ട് ആദ്യമോട് പറയണം, ഇവരെന്താ പറയുന്നത്, എനിക്ക് പറഞ്ഞതാ എന്ന് പറയണം. ജോൺ പറയണു, ഞാനൊരു DSP ആണ് എന്ന് പറയുന്നത്. ജോൺ DSP ഏജ് പറയുന്നത് ഹീറോയ്ക്ക് ചെറുക്ക് കിട്ടായിരുന്നു. ഇത് സെറ്റാവില്ലല്ലോ, ഇപ്പം എന്താ വെച്ചാൽ ജോൺ പറയായിരുന്നു. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, കുഴപ്പമാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം എന്താ എങ്ങനെ എസ്കേപ്പ് ആവാമെന്ന് പറഞ്ഞ് ഹീറോ ഇതാക്കായിരുന്നു. ജോൺ പറയായിരുന്നു, സോറി, എനിക്കൊരു ലവേഴ്സ്, എന്നെ ട്രൂ ആയി ലവ് ചെയ്യുന്ന ഒരു പെണ്ണുണ്ടോ, ഇത് സെറ്റാവില്ലെന്ന് പറയാം സമാധാനം എന്ന് പറയുന്നു ഹീറോയി. അതുമാത്രമല്ല ഹീറോയിൻ നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു ചെക്കനുണ്ടായിരുന്നു ഹീറോയിക്ക് പ്രൊപ്പോസ് ചെയ്തത്. ഇത് കണ്ട ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതെ, ഹായ് ബ്യൂട്ടി, എൻ്റെ പേര് ടോം, എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നാളെ എൻ്റെ പുറകെ നിൽക്കാം. നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എനിക്കറിയൂ എന്നെ പറയട്ടെ. അത് ഇംഗ്ലീഷിലല്ല പറയാതെ. ഇതേ രണ്ടുപേർക്ക് നന്നായിട്ട് മനസ്സിലായി. ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്, നീ ഇംഗ്ലീഷിലാണ് സംസാരിക്കുക, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത് പ്രപ്പോസ് ചെയ്തത്. മൊത്തക്കാരെ പറഞ്ഞു രണ്ടുപേർക്ക് കടുപ്പാൻ തുടങ്ങിയായിരുന്നു. ഇത് വിട്ടാൽ ശരിയല്ല പറയായിരുന്നു. അങ്ങനെയായിട്ട് ഇത് വിട്ടാൽ ശരിയല്ല ഹീറോ എടുത്ത് തിരിച്ചു പോകാൻ തുടങ്ങിയായിരുന്നു. രണ്ടുപേരും മാസ്ക് ഇട്ട് കുത്താൻ തുടങ്ങിയായിരുന്നു. ഈക്കും ചങ്ങക്കും ചൊടി വരാൻ തുടങ്ങിയായിരുന്നു. ഇത് വിട്ടാൽ ശരിയാവില്ല എന്ന് അവർ രണ്ടുപേരും ഡ്രിങ്ക്സ് ചെയ്തായിരുന്നു. ഡ്രിങ്ക്സ് കുടിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്ക് ഹീറോയിനെ പിടിക്കുമെന്ന് അറിയായിരുന്നു. ഇപ്പം എന്താ ചെയ്യുന്ന അറിയില്ലായിരുന്നു. പാവം രണ്ടുപേര് ഡ്രിങ്ക്സ് ചെയ്തായിരുന്നു. ഹീറോയി പറഞ്ഞ അതേ ഡ്രസ്സ്